ഹായ്, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ കാണിച്ചു തരാൻ പോകുന്നത് ചില കുട്ടനാടൻ കാഴ്ചകളാണ്. കുട്ടനാട്ടിൽ നെൽകൃഷിക്കുള്ള ഒരുക്കങ്ങൾ ആരംഭിച്ചു. ആദ്യപടിയായി പാടത്തെ വെള്ളം വറ്റിച്ച് നിലം ഉഴുവു നടത്തുകയാണ്. മോട്ടറും പറയും ഉപയോഗിച്ചാണ് വെള്ളം വറ്റിക്കുന്നത്. വെള്ളം വറ്റുമ്പോൾ ധാരാളമായി ലഭിക്കുന്ന ചെറുമീനുകളെ തിന്നുവാനായി പല ഇനത്തിൽപ്പെട്ട കൊക്കുകളും ദേശാടന പക്ഷികളും ധാരാളമായി ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. തിരുവല്ലായിക്കടുത്ത് വേങ്ങൽ പള്ളിപ്പടിയിൽ നിന്നും ഏതാണ്ട് 2 കിലോമീറ്റർ പടിഞ്ഞാറായി ഉള്ള പാടശേഖരത്തിലെ കാഴ്ചകളാണിത്. ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം അറിയിക്കുമല്ലോ. ചങ്ങനാശ്ശേരിയാ കാണുന്നത്. അങ്ങപ്പുറത്തൊന്നും ഉണ്ടാപ്പടിയുന്ന കവർ കഴിഞ്ഞിട്ട് ഒരു വെള്ളം അതൊരു വണ്ടിയാ കിടക്കുന്നത്. വയനാടൊക്കെ അത് ചെയ്യല്ലോ ഇവിടുന്ന് കാര്യമില്ല, അല്ലാതെ തന്നെ മീൻ കിട്ടുമല്ലോ. അവിടെ ചേട്ടന്മാർ കുറച്ച് മീൻ വലയിൽ പിടിച്ചിട്ടുണ്ട്. അത് മേടിച്ചിട്ട് വരാം. മീൻ കഴിക്കും. പരല് മലയാളത്തിന് പോലും രണ്ടർത്ഥമാണ് ഇപ്പം. KCB പണിയുവാ അല്ലേ അവിടെ? വലയിട്ടോ
ഇതൊന്ന് പെറുക്കി മാറ്റാൻ വേണ്ടിയാണ് ജീവനുള്ള വാഹക്കുഞ്ഞിനെ വേണം. ബാഹ വേണ്ട. അല്ലെന്ന് അവിടുത്തെയാണ് ഞാന്. എന്റെ മാവിയയുടെ മോനാണിത്. ഞങ്ങളെ അല്ലല്ല, ഈ പലയിടത്തും ഇപ്പം നിങ്ങളെ അറിയത്തില്ല, അത് ആരുടെയും കുറ്റമല്ല. ഇവിടെ ജോലി കിട്ടിയില്ല. ഇവിടെ കണ്ടോണ്ടായിരുന്നു ഇവിടെ കണ്ടോണ്ടായിരുന്നു. ഇവിടെ വന്ന് കൃഷിയൊക്കെ ചെയ്തോണ്ടിരുന്നു. അല്ല ഏരിയയിലെ ഈ കുരിശില്ലേ നേരെ ഈ വലയിലാണ് മീൻ എടുക്കുന്നത്. കണ്ടില്ല. ഇത് എവിടുന്ന വെള്ളം അടിക്കുന്നത്? കണ്ടത്തിലെ വെള്ളം വറ്റിക്കുക കൃഷി ഇറക്കാൻ. ആഹാ. ആ വെള്ളം ഈ കനാലിനോട്ടോട്ട് കളയുക. കൃഷിക്ക് വേണ്ടി നിലം ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. നിലം ഒരുക്കുന്ന വെള്ളം മോട്ടോർ ഉപയോഗിച്ച് പറ്റിക്കുകയാണ്. അങ്ങനെ വെള്ളം വറ്റിച്ചുകൊണ്ടിരിക്കുന്ന മോട്ടറിൻ്റെ മുൻവശത്ത് കെട്ടിയിരിക്കുന്ന വലയിൽ നിന്ന് ലഭിക്കുന്ന മീനാണ് ഇവിടെ അവർ പിടിച്ച് എടുക്കുന്നത്. എല്ലാം ഇങ്ങനെ വറ്റിച്ച് കഴിഞ്ഞാൽ അല്ലാതെ വിതയ്ക്കാൻ പറ്റുമോ? വെള്ളം ട്രെയിൻ ഔട്ട്. ഇവിടെ വെള്ളം ഇങ്ങോട്ടേക്ക് ഒഴുക്കി വല ഇവിടെ ഇട്ട് മീൻ ഇതിൽ പിടിക്കുക. വേണ്ട. കണ്ടം പറ്റിച്ച് മീൻ ഞങ്ങളുടെ കഥ പറയുമായിരുന്നു. ഒരപ്പനും അമ്മയും. ഞാൻ രണ്ട് മൂന്ന് പ്രാവശ്യം ഉണ്ട്. ഞാൻ ആ ഇന്ത്യൻ തറ വരുവായിരുന്നു. എനിക്കിത് ബാക്കി കുറച്ചുകൂടി അത് കവർ കുറച്ച് കീറുന്നുണ്ട്. ഇങ്ങോട്ട് വെച്ചാൽ ബോക്സിനകത്തോട്ട് ചാച്ചാ കവറേ കുറച്ച് കീറുണ്ട്. ആ വില നിങ്ങൾ ചോദിക്കണം. ഒരു കാര്യം പറയാം, അച്ഛൻ സന്തോഷമായിട്ട് തരുമ്പോഴാണ് എനിക്കൊരു തൃപ്തിയാകും. സന്തോഷത്തോട് ചോദിക്കും. കണ്ടോ ഫേസ്ബുക്കിലും അവിടെ എവിടെയൊന്നും വിടല്ലേ? നിങ്ങൾ സന്തോഷമായിട്ട് അപ്പോൾ വളരെ സന്തോഷം എല്ലാവരോടും. ചാച്ചനെ മേടിച്ചു താങ്ക്സ്. പിടിച്ചില്ല, കിട്ടിയില്ലേ? കണ്ടത്തിലിറങ്ങുന്ന ആരാ മോനെ? ഞങ്ങളെ തോപ്പിക്കാനാവില്ല മക്കളെ. വലിക്ക. താഴെ ചേർത്ത് പിടി. മതി മോനെ. തലയെല്ലാം വെട്ടിക്കള, എൻ്റെ ഇലയെല്ലാം. പോരട്ടെ. ഇനി നിങ്ങൾ നിങ്ങൾ മുന്നേ നടന്ന്, ഞാൻ കുറച്ച് കഴിഞ്ഞ് വരാം. കഴുകിയെടുക്കാം. ഇതിനി നിൽക്കുമോ? ഇവര് മരുന്നടിച്ചില്ല? അല്ലല്ല, ആയില്ല. ഇത് നിൽക്കും. ഇല്ലല്ലേ? ഇല്ല, ഇന്ന് ഏതായാലും വീട്ടിൽ ചെല്ലുമ്പോ ഇടിയുടെ പെണ്ണുങ്ങളെ മയക്കാനുള്ള
ഞങ്ങൾ തിരികെ പോകുമ്പോൾ കൊണ്ടുപോകാനായി കുറച്ച് ചമ്മന്തിപ്പൊടി വേപ്പിലക്കട്ടി തയ്യാറാക്കണമായിരുന്നു. അതിന് കുറച്ച് വിളഞ്ഞ തേങ്ങ ആവശ്യമായിരുന്നു. എന്നാൽ തെങ്ങിൽ കയറി തേങ്ങയിടാൻ ആരെയും കിട്ടിയില്ല. അപ്പോൾ ചാച്ചൻ ആ കോക്കനട്ട് ചാലഞ്ച് ഏറ്റെടുത്തു. അവിടെ എനിക്ക് വാ തുറക്കാനുള്ള അവസരമില്ല. അത് മെഷീന് വെച്ച് കയറാൻ അറിയാവോ? എങ്കിൽ ഞാനൊരു മെഷീൻ തരാൻ. അറിയോ? യൂട്യൂബിൽ തരുവാ. ഈ മീൻ പിടിച്ചതല്ല, നിന്ന് നീ കാണണ്ടായിരുന്നു. മോനും മരുമോനും മോളും അല്ലല്ല, അപ്പനെ കൊണ്ട് പണിയെടുപ്പിക്കുന്ന മോനും മരുമോനും മോളും. അവിടുത്തെ മോൻ ഇവിടെ വന്നാ വലിയ ഇഷ്ടം, അവന് പോകണ്ട. ഒരു തെങ്ങിന്നിട്ട് തേങ്ങ കാണിച്ചു കൊടുക്കും. അപ്പനെ കൊണ്ട് പണിയെടുപ്പിക്കുന്ന മകനും മകളും മരുമോനും. കരിക്കോ മാറ്റിയെടുത്തോ. കരിക്കുന്നുണ്ടോ? പിന്നെ കരിക്കാണോ കൊടുക്കാത്തതെല്ലാം കരിക്കേ. എങ്ങനെയുണ്ട്? ആ അങ്ങനെ പറ. ചാച്ച മാസത്തിലൊരിക്കൽ ചാച്ചനോട് വന്ന അല്ല ഇന്നലെ